ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ, ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ, ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ, ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ, അവരെ കണി കാണൽ, അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം. ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമമാണ്. ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കാം. അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നക്ഷത്രമൃഗം, പക്ഷി, വൃക്ഷം, ഗണം, ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല. അവയെ പരിരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് ആയുർവർദ്ധനകരവുമാണ്. നക്ഷത്രവൃക്ഷത്തെ നട്ടു വളർത്തുന്നതും ഐശ്വര്യപ്രദമാണ്. മകം ഒരു ഹെണ്ണാന്തബന്ധിത നക്ഷത്രമാണ്. ആയില്യത്തിൻ്റെ ഒടുവും മകം നക്ഷത്രത്തിൻ്റെ ആദ്യവും ചേർന്നതാണ്. ഇവിടെ ഹെണ്ണാന്ത സന്ധി എന്നാൽ 15 നാഴിക വരെ പ്രാരംഭം മുതൽ ഇതിന് ഹെണ്ണാന്ത പാദമത്രേ. മകം നക്ഷത്രത്തിൻ്റെ എണ്ണാന്ത പാദത്തിൽ ജനിക്കുന്നവർ വലിയ ത്യാഗികളായിരിക്കും. അന്യന്മാരുടെ ഗുണത്തിനു വേണ്ടി സ്വജീവിതത്തെ പോലും സമർപ്പിക്കുവാൻ ഇവർ മടിക്കാറില്ല. പൊതുകാര്യങ്ങളിലും ഇവർ വളരെ വ്യക്തിത്വം പുലർത്തും. ഇവരുടെ അടിവയറിന് കട്ടിയുള്ളതായി അധികം പേരിലും കണ്ടുവരുന്നു. രസങ്ങളിൽ വെച്ച് പുളിയിലും സ്ത്രീകളിലും ഇവർ താൽപ്പര്യപ്പെടുന്നു. മകം നക്ഷത്രക്കാർ വിദ്യാന്മാരും ഏറ്റവും സൗമ്യ സ്വഭാവികളുമായിരിക്കും. കഴിവതും ഒതുങ്ങിയ ഒരു ജീവിതമായിരിക്കും ഇവർക്ക് ഹിതമായിട്ടുള്ളത്. നല്ല ആളുകളുടെ അഭിപ്രായത്തിനും സന്തോഷത്തിനും ബഹുമാനത്തിനും ഇവർ പെട്ടെന്ന് പാത്രന്മാരാകും. ഈശ്വരഭക്തിയും ഗുരുത്വവും ഇവരെ പിന്തുടരുന്ന 2 മഹൽ ഗുണങ്ങളായിരിക്കും. സൗമ്യതയും സമാധാനവും കളിയാടുന്ന മുഖഭാവമാണ് ഇവർക്കുള്ളത്. ശാസ്ത്രീയവും സാങ്കേതികവുമായ എല്ലാ കാര്യങ്ങളിലും ഇവർ ശ്രീലാളിതരാകും. ഇവയെ പോഷിപ്പിക്കുന്നതിലും അത്തരം ആളുകൾക്ക് പ്രോത്സാഹനം ചെയ്യുന്നതിലും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കുകയില്ല. തികഞ്ഞ ഈശ്വരഭക്തന്മാരായ ഇവർ മാമൂലുകളെ ഉപേക്ഷിക്കുന്നവരല്ല. മകം നാളുകാർ മിക്കവാറും മിതഭാഷികളായിരിക്കും. വാക്കിലും പ്രവൃത്തിയിലും നിഷ്കളങ്കത മാനദണ്ഡമാക്കി കഴിവതും ജീവിക്കുന്ന ഇവർ അതിന് വിപരീതമായി കഴിയുന്ന ആര് തന്നെയായാലും അവരെ വെറുക്കുക തന്നെ ചെയ്യും. അത്തരം വെറുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും അവരുമായി സൗഖ്യം പുലർത്തുകയില്ല എന്നുള്ളതാണ്. ഈ സ്വഭാവം കുടികൊള്ളുന്നത് കൊണ്ടായിരിക്കാം ഇവർക്ക് ജീവിതത്തിൽ മിക്കവാറും സ്ഥിരമായ ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തെ മാനിച്ചുകൊണ്ടുള്ള കളങ്കമറ്റ ഹൃദയം തങ്ങൾക്കുള്ളത് കൊണ്ടായിരിക്കാം ഇവർക്ക് മുൻകോപം കൂടുതലായിരിക്കുന്നത്. ഇത് ഇവർക്ക് പല പരാജയങ്ങളും വരുത്തിക്കൂട്ടും. ഇവർ സ്വാർത്ഥത്തിനു വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കുകയില്ല. അതുകൊണ്ട് പൊതു കാര്യങ്ങളിൽ വളരെയധികം ശോഭിക്കുവാൻ കഴിയുന്നു. അതുപോലെ ശാസ്ത്ര, കല, സാംസ്കാരിക രംഗങ്ങളിലും ശോഭിച്ചു കാണുന്നു. ഉദ്യോഗ ജീവിതത്തിൽ അത്ര തന്നെ വിജയം വരിക്കുവാൻ ഇവർക്ക് കഴിയുന്നില്ല. ആത്മാഭിമാനത്തിന് മാതൃകകളായ ഇവർ ആവശ്യത്തിൽ കവിഞ്ഞ് ആരെയും വകവെച്ചു കൊടുക്കുന്നവരായിരിക്കില്ല. ഇവരെ തന്നിഷ്ടക്കാരെന്നും പറയാവുന്നതാണ്. എന്നാൽ യോഗ്യമായ പെരുമാറ്റവും പ്രവൃത്തിയും കൊണ്ട് ഇവർ മറ്റുള്ളവർക്ക് മാതൃകകളായിരിക്കും. തൻ്റെ കാര്യത്തിൽ തനിക്ക് കഴിവുണ്ടെന്നുള്ള ഒരു സ്വഭാവവിശേഷം ഇവരിൽ നിഴലിച്ചു കാണാം. തങ്ങൾക്ക് പ്രയോജനകരമായ സാഹചര്യത്തിലും സന്ദർഭങ്ങളിലും ഇവർക്കുണ്ടാവുന്ന പല പ്രയോജനങ്ങളും ഈ സ്ഥിതിവിശേഷം കൊണ്ട് ഇല്ലാതാകുവാൻ കൂടി ഇടയായിത്തീരുന്നു. പക്ഷേ ആത്മാഭിമാനം വിചംബിതരായ ഇവർക്ക് അതിൽ പരാതിയോ ഇച്ഛാഭംഗമോ ഇല്ലെന്നുള്ളതാണ് വാസ്തവം. സാംസ്കാരികമായ മേന്മയും ദൃഢമായ ദൈവവിശ്വാസവും ഒന്നുകൊണ്ട് മിളകാത്ത മനസ്സും മകം നക്ഷത്രക്കാരുടെ പ്രത്യേകതകളായിരിക്കും. ജീവിതത്തിൽ പലവിധ പരിവർത്തനങ്ങളും പ്രവർത്തനങ്ങളിൽ വ്യതിയാനങ്ങളും ഇവരെ കൂടെ അലട്ടിക്കൊണ്ടിരിക്കുമെങ്കിലും ആദർശത്തിൽ സ്ഥിരനിഷ്ഠയും ധാർമ്മികമായ ബോധവും ഒരിക്കലും ഇവരെ വിട്ടുപിരിയുന്നതായി കാണുന്നില്ല. നിരൂപണമെന്ന കാര്യത്തിൽ തികച്ചും നിഷ്പക്ഷത പാലിക്കുന്ന ഇവർ ഏതെങ്കിലും ഒരു കാര്യം നിശ്ചയിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ ഭേദപ്പെടുത്തുക വിഷമമേറിയ പണിയാണ്. എല്ലാവരോടും സഹകരിക്കുന്നവരാണെങ്കിലും അത്തരം സഹകരണത്തിൽ ഒരു മിതത്വം ഇവർ സൂക്ഷിക്കാറുണ്ട്. എതിരാളികളോട് നിർദാക്ഷിണ്യമായി പെരുമാറിയെന്നും വരാം. അതേസമയം
ഭൂതദയയും സമസൃഷ്ടി സ്നേഹവും ഹൃദയ വിശാലതയും ഇവരിൽ കുടികൊള്ളുന്നതായി കാണാം. വിവാഹ ജീവിതം ഇവർക്ക് വിജയകരമായിരിക്കും. എന്നാൽ ചുരുക്കം ചിലരിൽ അത് പരാജയത്തിലും കാണുന്നുണ്ട്. സന്താന സൗഭാഗ്യത്തിലും ഇതേവിധം വ്യത്യസ്ത നിലയുള്ളവരും ഈ കൂട്ടത്തിലുണ്ട്. ജാതകത്തിലെ ഗൃഹസ്ഥിതി വിശേഷമായിരിക്കാം ഇവയ്ക്ക് കാരണം. പൈതൃകങ്ങളായ കർമ്മങ്ങൾ, ജലസേചനം മുതലായ ജലാശ്രയ കാര്യങ്ങൾ, വിവാഹം എന്നിവയ്ക്കെല്ലാം ഈ നക്ഷത്രം സ്വീകരിക്കാം. മകം നക്ഷത്രക്കാരുടെ ജനനം കേതുദശയിലാണെന്ന് ആദ്യമേ പറഞ്ഞുവല്ലോ. 3-4 വയസ്സുവരെ കേതുദശ. ജനന സമയം നക്ഷത്രത്തിൽ ചൊല്ലുന്ന നാഴിക വിനായികകൾ കഴിച്ച് ബാക്കിയുള്ളത് കൊണ്ടാണ് ജനന ശിഷ്ടം നിശ്ചയിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ കണക്ക് സ്ഥൂലമാണെന്ന് ആദ്യമേ പറഞ്ഞത്. കേതുദശ കഴികെ ശുക്രൻ 20 വർഷം, അടുത്തത് ആദിത്യൻ 6 വർഷം, തുടർന്ന് ചന്ദ്രന് 10 വർഷം, ചൊവ്വയ്ക്ക് 7 വർഷം, തുടർന്ന് രാഹു 18 വർഷം. ഈ ക്രമത്തിലാണ് മകം നാളുകാർക്ക് ദശാവർഷങ്ങൾ നടക്കുന്നത്. പ്രതികൂല നക്ഷത്രങ്ങൾ ഉത്രം, ചിത്ര, വിശാഖം, പൂരുരുട്ടാതി, ഉത്തിരുട്ടാതി, രേവതി. അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ: ആദിത്യൻ, ചൊവ്വ, വ്യാഴം എന്നീ ദശാകാലങ്ങൾ ഇവർക്ക് പൊതുവെ അശുഭമായതിനാൽ ഈ ദശാകാലത്ത് ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. അശ്വതി, മകം, മൂലം എന്നീ നക്ഷത്രങ്ങളിൽ ഇവർ ക്ഷേത്രദർശനം തുടങ്ങിയ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. നക്ഷത്രാധിപനായ കേതുവിൻ്റെ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിക്കുക, ഗണപതിയെ ഭജിക്കുക, പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുക എന്നിവയ്ക്കൊക്കെ ഉത്തമമാണ്. രാശാധിപനായ സൂര്യനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതാണ്. മകവും ഞായറാഴ്ചയോ വന്നു ചേരുന്ന ദിവസവും പ്രത്യേകമായി സൂര്യപ്രീതി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഇവർ ചുവന്ന വസ്ത്രങ്ങൾ അണിയുന്നത് നല്ലതാണ്. നക്ഷത്രമൃഗം എലി, വൃക്ഷം പേരാൽ, ഗണം അസുരഗണം, യോനി പുരുഷയോനി, പക്ഷി ചകോരം, ഭൂതം ജലം. എൻ്റെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ദൈവനാമത്തിൽ വിശ്വസിച്ചു കൊള്ളുന്നു. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണമെന്നും ഞാൻ വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. ഇനി അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം പരിചയപ്പെടാം കൂട്ടുകാരേ.